ശ്രീമതി മേരി ജോർജ്, താങ്കൾ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധ കൂടിയാണല്ലോ. നമുക്കറിയാം, ക്ഷേമ പെൻഷനുകൾ എല്ലാ സർക്കാരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ കണ്ടിട്ടുണ്ട്. അത് ഉപഭോക്താക്കളുടെ എണ്ണം കൂട്ടുന്നതിനായാലും തുക ഉയർത്തുന്നതിലായാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായും സർക്കാരുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയരുന്ന പെൻഷൻ ചർച്ചയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 18 മാസത്തെ കുടിശ്ശിക എന്നത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പല തവണ സഭയ്ക്കകത്തും പുറത്തും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും ഒക്കെ ചർച്ചയായിട്ടുള്ളതാണ്. സംശയം തീരാതെ നീങ്ങുന്ന ഈ 18 മാസത്തെ കുടിശ്ശികയിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ്? ശ്രീമതി രേണുക, എനിക്ക് ഈ 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിച്ചു തരാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തില് അവസാനമായപ്പോഴേക്ക് ഈ കൊടുക്കുന്ന അതായത് 1200 രൂപയാക്കി അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടും അത് കൃത്യമായിട്ട് അതായത് അത് കിട്ടേണ്ടവരുടെ കൈകളില് കൃത്യമായിട്ട് ആ തുക പൂർണ്ണമായും കിട്ടുന്നില്ല. ചില രീതിയിൽ എന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നവർക്ക് കൈനീട്ടം കൊടുക്കേണ്ടി വരിക, ആ തരത്തിലൊക്കെ കുറെ എമൗണ്ട് അവർക്ക് കിട്ടാതെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പൂർണ്ണമായും അവരുടെ കൈകളിൽ എത്തണം, അതുകൊണ്ട് പോസ്റ്റൽ സിസ്റ്റം വഴി പിന്നെ ഈ ട്രാൻസ്ഫർ നടത്താം എന്ന തീരുമാനം എടുക്കുകയും അങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക് അതിനുള്ള എമൗണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് നമ്മുടെ പോസ്റ്റൽ സിസ്റ്റം ഒരു റീസ്ട്രക്ചറിങ്ങിന്റെ വഴിയിലായിരുന്നു. അതുകൊണ്ട് ഈ കിട്ടിയ ഫണ്ട് മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വിചാരിച്ചതുപോലെ അവസാന വട്ടം ഏതാനും മാസങ്ങളിൽ അത് തോമസ് ഐസക് പറഞ്ഞത് ശരിയായിരിക്കാം, ആ തരത്തിൽ കൊടുക്കാൻ 1329 രൂപ എന്ന് പറഞ്ഞെങ്കിൽ ആ എമൗണ്ട് ഉണ്ടായിരുന്നിരിക്കണം. ആ എമൗണ്ട് കൊടുക്കാൻ പറ്റാതെ വന്നത് ഉമ്മൻചാണ്ടിയുടെയോ UDF ഗവൺമെന്റിന്റെയോ കുഴപ്പമല്ല. അന്ന് പോസ്റ്റൽ സിസ്റ്റത്തിന്റെ റീസ്ട്രക്ചറിങ് അത് രാഷ്ട്രീയക്കാർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ശ്രീ തോമസ് ഐസക്കിന് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം മറന്നുപോയെങ്കിൽ ആ മറവി ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവര് ഓർമ്മ വെക്കാനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ താങ്കൾ രേണുക പറഞ്ഞല്ലോ, കോവിഡ് കാലത്ത് എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് ജനങ്ങളെ, അതുകൊണ്ടാണ് രണ്ടാം വരവിന് കളമൊരുങ്ങിയത് എന്ന് രേണുക പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട രേണുകയെ ഒന്ന് ഓർമ്മിക്കുക, രണ്ടാം വരവിന് എങ്ങനെയാണ് കളമൊരുക്കിയത് കോവിഡ്? അതായത് 2013 ഭക്ഷ്യസുരക്ഷാ ആക്ട്, UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ട് എന്താണ് പറയുന്നതെന്ന് രേണുകയ്ക്ക് അറിയാമോ? അതായത് താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് 68% ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തിരിക്കണം. ആ ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? 5 തരം പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, അരി, ആട്ട, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഐറ്റംസ് അടങ്ങിയതാണ് ഭക്ഷ്യസുരക്ഷ ആക്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ് 2013 ആക്ട്. ആ ആക്ടിൽ ഇത്രയും സാധനങ്ങൾ താഴെ തട്ടിലെ 68%, അതാണ് ആ 68%മാണ് നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോഴും പത്രത്തിന്റെ ഫുൾ പേജിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ 82 കോടി ജനങ്ങൾക്ക് ആഹാരം അവകാശമാക്കിയിരിക്കുന്നു. അദ്ദേഹമല്ല അവകാശമാക്കിയത്, UPA ഗവൺമെന്റ് 2013 ആക്ട് വഴിയാണ് അവകാശമാക്കി തീർത്തത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കോവിഡ് കാലത്ത് കേരളമാണ് ഏറ്റവും ഭക്ഷ്യപ്രതിസന്ധിയുള്ള സംസ്ഥാനം. അതുകൊണ്ട് കോവിഡ് കാലത്ത് കേരളം ആവശ്യപ്പെട്ടതുപോലെ ഈ പറയപ്പെട്ട ഐറ്റംസ് എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. അത് കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കി മാറ്റിയത് ആരാണെന്ന് രേണുകയ്ക്ക് അറിഞ്ഞുകൂടെ? ഇവിടുത്തെ കുടുംബശ്രീകളാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കി മാറ്റിയത്. പിന്നെ കിറ്റ് ആക്കി മാറ്റിയത് ആരാണ്? കോവിഡ് കാലത്ത് മാത്രമല്ല, കോവിഡിന് ശേഷം അടുത്ത ഇലക്ഷൻ 2021 ഇലക്ഷൻ നേടുന്നതിന് പോലും അത് കിറ്റാക്കി
അതായത് കിറ്റാക്കിയത് റേഷൻ കടകളാണ്. ഇതാ ഒരു മാസം മുൻപും കിറ്റാക്കിയതിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് റേഷൻ കടകള് സമരത്തിന് ആഹ്വാനം ചെയ്തതാണ്. ഇടയ്ക്കിടയ്ക്ക് അവര് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് കൊടുത്തു തീർത്തിട്ടില്ല ഗവൺമെന്റ്. ആ കിറ്റുകൾ ആരാണ് വീട് വീടാന്തരം കൊണ്ടേ കൊടുത്തത്? അത് സഖാക്കളാണ്. അങ്ങനെയാണ് പിണറായി വിജയൻ രണ്ടാം വിജയം നേടിയത്. അതല്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മഹത്തരമായ ജനസേവനം കൊണ്ടല്ല. അത് പക്ഷെ ഇത്രയും ചെയ്തു എന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചും അല്ലാതെയും പട്ടിണി കിടന്നും ഒരുപാട് മലയാളികൾ മരിക്കേണ്ടി വന്നേനെ. കാരണം അത്ര ഭക്ഷ്യ ദൗർലഭ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി ഇരിക്കട്ടെ, മിസ്റ്റർ വേണുഗോപാൽ പറഞ്ഞ ഇതൊരു എന്താണ് പറയാ, ഒരു കൈക്കൂലിയാണ് എന്ന വാക്കാണല്ലോ ഇപ്പൊ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് വായിൽ നിന്ന് പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു എന്നതിന് സംശയമില്ല. പക്ഷേ വളരെ കൃത്യമായി നാം ആ വാക്കിനെ വിശകലനം ചെയ്താൽ ഇപ്പൊ എന്താണ് പിണറായി വിജയൻ ഈ അടുത്ത നാളുകളിൽ പറയുന്നത്? 62 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം പേർക്ക് കൂടി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കും. അതൊരു പക്ഷേ പറ്റിയാൽ 2500 ആക്കി മാറ്റുമെന്ന് സ്വരാജ് തന്നെ നിലമ്പൂരിൽ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അവരത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടുണ്ട്. നടപ്പാക്കിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എലക്ഷൻ അടുക്കുമ്പോൾ ഇപ്പൊ അവരെ ഭരണത്തിലേക്ക് കേറി വന്ന 2021 ഇത് 2500 ആക്കി മാറ്റി എല്ലാ മാസവും കൃത്യമാക്കി അത് കൊടുത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അത് ഡെമോക്രസിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ചെയ്യാൻ പോകുന്നത്? അത് തന്നെയുമല്ല, ഓർമ്മിക്കുക, ആ 2021 ഭരണത്തിൽ വരാൻ വേണ്ടിയാണ് അന്ന് ദിവംഗതനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 42 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരുന്നതാണ് LDF ഗവൺമെന്റ് 62 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചത്. 62 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചത് എന്തിനാണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചന്റെ കൂടെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു കൈനീട്ടം. രേണുക മറന്നു പോയോ? ഒരു 3-4 മാസമേ ആയിട്ടുള്ള സുപ്രീം കോടതി ഒരു റൂളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഫ്രീ ബീസ് ഡെമോക്രസിക്ക് ചേർന്നതല്ല. അത് ജനങ്ങൾക്ക് അവിഹിതമായ കണ്ടുകാഴ്ചകൾ കൊടുക്കുന്നതിന്, അതായത് പണം കൊടുക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി 2019 ഇലക്ഷൻ സമയത്താണ് നാമമാത്ര ചെറുകിട കർഷകർക്കെല്ലാം 2000 രൂപ വീതം 3 ഗഡു 6000 രൂപ ഒരു വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ഫ്രീ ബി ഓഫർ ചെയ്തതുകൊണ്ട്. അതായത് നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കർഷകരുടെ 68% അത്തരം കർഷകരാണ്. അവർക്കാണ് ഈ ഫ്രീ ഓഫർ അന്ന് കൊടുത്തത്. ആ കാലഘട്ടം മുതലേ സുപ്രീം കോടതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങളും, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാകട്ടെ നമ്മുടെ സംസ്ഥാനമാകട്ടെ, എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ഫ്രീ ബീസിൽ പെട്ടതാണ് 62 ലക്ഷമായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷ. സോറി രേണുക, എനിക്ക് പറയാൻ സമയം തരണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമാക്കാൻ പോകുന്നത് 1600 നിന്ന് ഇലക്ഷൻ അടുക്കാൻ സമയത്ത് 2500 ആക്കുന്നത്. ഇത് അവര് ഭരണത്തിൽ വന്ന 2021 ഭരണത്തിൽ വന്നപ്പോഴേ ഇത് 2500 ആക്കിയിരുന്നെങ്കിൽ മര്യാദയായിരുന്നു. അപ്പോ സുപ്രീം കോടതി വിലക്കിയ ഫ്രീ ബീസിന് തുല്യമാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ കൂടുതൽ പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുക, കൂടുതൽ എമൗണ്ട് കൊടുക്കുക. അതിനെയാണ് ശ്രീ വേണുഗോപാൽ ഒരു കൈക്കൂലി എന്ന രീതിയിൽ ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് തീർച്ചയായിട്ടും ഭംഗിയായില്ല. 1980 മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തുടങ്ങിയതാണ്. അത് ഓരോ സർക്കാരുകളും ആ തുക ഉയർത്തുന്നുണ്ട്. അതിൽ പല സർക്കാരുകളും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അത്